സൗഹൃദമെന്നൊരു സ്വർണ്ണ ചരടിൽ ഹൃദയം കോർത്ത കൂട്ടുകാർ, സന്തോഷത്തിലും സങ്കടത്തിലും വേർപിരിയാത്ത കൂട്ടുകാർ, കൈകൾ കോർത്തിടും കരുതലായിടും ആത്മാർത്ഥതയുടെ കൂട്ടുകാർ. കൂട്ടുകാരാ പാട്ടുകാരാ, സൗഹൃദമെന്നൊരു സ്വർണ്ണച്ചരടിൽ ഹൃദയം കോർത്ത കൂട്ടുകാർ, സന്തോഷത്തിലും സങ്കടത്തിലും വേർപിരിയാ. ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا ومولانا محمد. اللهم اغفر لنا وارحمنا يا أرحم الراحمين. اللهم بارك لنا في جميع أمورنا وبارك لنا فيما نحن يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. അതിലേറെ എനിക്ക് ഏറ്റവും പ്രിയവും സ്നേഹവും നിറഞ്ഞ മന്നാനിയ സുഹൃത്തുക്കളെ, 1989 കാലം മുതൽ 2011, 2012 കാലം വരെ മന്നാനിയ ബോർഡിംഗ് മദ്രസയിൽ പഠിച്ച വിദ്യാർത്ഥികളായിരുന്നു നമ്മൾ. ഇന്ന് യുവാക്കളെന്ന് പറയാൻ പറ്റില്ല, പ്രായം ചെന്നവരെല്ലാം നരച്ചിരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ ഇന്ന് മന്നാനിയയിൽ പഠിച്ച ആ കാലഘട്ടത്തിൽ നമ്മളെന്തായിരുന്നോ ആ പ്രായത്തിലുള്ള മക്കളുമായിട്ട് നമ്മളിന്ന് ഈ ഒരു കൂട്ടായ്മയിൽ വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ ഈ കൂട്ടായ്മ നമ്മുടെ മരണം വരെയും മരണത്തിന് ശേഷം നമ്മളുടെ മക്കളിലൂടെയും ഇത് നിലനിൽക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അള്ളാഹ് ഈ ഒരു കൂട്ടായ്മയ്ക്ക് എത്ര പറഞ്ഞാലും തീരാത്ത അത്രത്തോളം ഒരു സ്നേഹത്തിൻ്റെ ആഴക്കടലുണ്ട്. സൗഹൃദങ്ങൾ ചെറുതല്ല. സൗഹൃദങ്ങൾ അതിൻ്റെ എത്ര പറഞ്ഞാലും ബന്ധങ്ങളെക്കാളും നമ്മൾ ആരോടും പറയാത്ത രഹസ്യങ്ങൾ പറയുന്നത് നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടായിരിക്കും. നമ്മുടെയൊക്കെ രഹസ്യം സൂക്ഷിപ്പുകാരാണ് നമ്മളെ സൗഹൃദം എന്ന് പറയുന്നത്. മന്നാനിയ സൗഹൃദം അതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ട്, കാരണം നമ്മൾ ഒരുമിച്ച് കിടന്ന് ഉറങ്ങി കളിച്ചു വളർന്ന ഒരു കാലഘട്ടത്തെ ഓർക്കുവാൻ വേണ്ടി നമ്മൾ ഈ പ്രായത്തിലും തിരക്കിനിടയിൽ പോലും ഇവിടേക്ക് ഓടി വരിക എന്ന് പറയുന്നത് അതൊരു മഹാഭാഗ്യം തന്നെയാണ്. അൽഹംദുലില്ലാഹ്. കാരണം മന്നാനിയുടെ സൗഹൃദം എനിക്ക് ഓർമ്മ വരുന്നത് കണിയാപുരത്തുള്ള ഒരു മുജീബ് റഹ്മാൻ ഉണ്ടായിരുന്നു. ഞാൻ അസറിന് കളിക്കാനിറങ്ങിയപ്പോൾ എൻ്റെ വായിൽ കിടന്ന മുട്ടായി അവൻ വന്നിട്ട് ചോദിച്ചു, നിൻ്റെ കായിൽ എന്താ കിടക്കുന്നത് മുട്ടായി, അതെനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് വായിലിട്ട് പോയില്ലടാ, അത് കുഴപ്പമില്ല നീ എനിക്ക് താ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വായിൽ നിന്ന് ആ മുട്ടായി എടുത്ത് കൊടുത്തപ്പോൾ അതിനകത്തൊന്നും നോക്കാതെ ആ മുട്ടായി അദ്ദേഹം വാങ്ങിച്ചു അത് കഴിക്കുകയാണ് ചെയ്തത്. ഞാനത് പലപ്പോഴും ഓർക്കാറുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ മോൻ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ ജ്യേഷ്ഠൻ കഴിച്ച ഭക്ഷണം കണ്ട ആ പാത്രത്തിൽ ഞാൻ കഴിക്കത്തില്ല. വെള്ളം കുടിക്കുമ്പോൾ ആ കഴുകിയാലേ വെള്ളം കുടിക്കത്തുള്ളൂ. ആളിവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന മക്കളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ബോർഡിംഗ് ഗുരുകുല വിദ്യാഭ്യാസം ഒരിക്കലും നമുക്കത് മറക്കുവാൻ സാധിക്കാത്ത അത്രത്തോളം നമുക്ക് ഓർമ്മകൾ തന്ന ഒരു വിദ്യാലയമായിരുന്നു മന്നാനിയ ബോർഡിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മളെ തൊട്ടടുത്ത പ്രദേശത്ത് നമുക്കറിയാം, ഒരു പയ്യൻ 22 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു പയ്യൻ തൻ്റെ ഉമ്മയെയും ഉമ്മിച്ചയുമ്മയും ബന്ധുക്കളെയും ഒക്കെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു ഭയാനകമായ ഒരു കാഴ്ച നമ്മൾ തൊട്ടടുത്ത സമയത്ത് കണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ ഒരു സംഭവം നടന്നതെന്ന് വെച്ചാൽ മയക്കുമരുന്നും മദ്യത്തിൻ്റെയും ഉപയോഗം കൂടിപ്പോയത് കൊണ്ടാണ് ആ ഒരു സംഭവം ഇവിടെ നടന്നത്. പഴയ കാലഘട്ടത്തിൽ 89 കാലഘട്ടത്തിലും 90 കാലഘട്ടത്തിലും അങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അന്നും അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു.
എന്തുകൊണ്ട് നമ്മൾ അതിനകത്ത് അകപ്പെട്ടു പോയില്ല എന്ന് ചോദിച്ചാൽ, അന്ന് നമ്മുടെ മാതാപിതാക്കൾ അവർ പേടിച്ചിരുന്നു. അന്ന് മദ്യത്തിലോ മയക്കുമരുന്നിലോ നമ്മൾ അകപ്പെട്ടു പോകുമെന്നത് പേടിച്ചുകൊണ്ട് അവർ തിരക്കിയെടുത്തതാണ്. അന്ന് എനിക്ക് തോന്നുന്നു 89-ലും 90 കാലഘട്ടത്തിലും ഇങ്ങനൊരു ഗുരുകുല വിദ്യാഭ്യാസ സംവിധാനം കേരളത്തിൽ എവിടെയും ഇല്ലായിരുന്നു. ആദ്യമായിട്ടാണ് മന്നാനിയ യൂണിവേഴ്സിറ്റിയിൽ ഒരു ബോർഡിംഗ് മദ്രസ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു അതിനുശേഷം മർക്കസുകാരാണ് അങ്ങനെ രണ്ടാമത് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരിക ചെയ്തത്. ആ മന്നാനിയയിൽ ആത്മീയവും ഭൗതികവുമായി സമന്വയിപ്പിച്ചൊരു വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ഒന്നും നോക്കാതെ, കാരണം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, 89-90 കാലഘട്ടത്തിൽ 500 രൂപ ഫീസെന്ന് പറയുന്നത് എൻ്റെ നാട്ടിലൊക്കെ 1 സെൻറ്റ് വസ്തുവിൻ്റെ വിലയാണ്. ഇന്ന് ആ വസ്തുവിന് 9-10 ലക്ഷം രൂപയാണ്. അത്രത്തോളം എഫർട്ട് എടുത്തുകൊണ്ട് ആ 500, അന്നത്തെ ഗൾഫുകാരൻ്റെ ശമ്പളം 2000-1000 രൂപയൊക്കെയാണ്. ഈ 500 രൂപ എൻ്റെ ഒരു മകന് വേണ്ടി ചെലവഴിച്ചു മന്നാനിയിൽ കൊണ്ടാക്കുക എന്ന് പറയുമ്പോൾ, അവൻ ഇത്തരം പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടാതിരിക്കുവാൻ വേണ്ടി അവർ ഒരുപാട് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമുക്കെല്ലാം ഇന്ന് ആത്മീയവും ഭൗതികവും സമന്വയിപ്പിച്ചൊരു ജീവിതം കെട്ടിപ്പടുത്തുവാനും ആ ഒരു ജീവിതത്തിലൂടെ നമ്മൾ ഇതുപോലെ വന്നിരിക്കുവാനും പൊതുസമൂഹത്തിനോട് നമുക്കൊരു പ്രതിബദ്ധത വന്നതും അതുകൊണ്ടാണ് നമുക്കൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഭയാനകമായി ചിന്തിക്കും. ഇന്നത്തെ മക്കൾക്ക് അങ്ങനെ ഒരു വിദ്യാഭ്യാസം കിട്ടുന്നില്ല, ആത്മീയപരമായിട്ടുള്ള വിദ്യാഭ്യാസമില്ല. ഭൗതിക വിദ്യാഭ്യാസത്തിൽ അവർക്ക് ഒരുപാട് പരിമിതികളിലേക്ക് അധ്യാപകന്മാരെ മാറ്റി നിർത്തിയപ്പോഴത്തേക്ക് നമ്മുടെ മക്കൾ ഉൾപ്പെടെയുള്ള പല ആളുകളും ഇന്ന് മയക്കുമരുന്നിനും മറ്റും അവർ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ യുഗത്തിലേക്ക് പെട്ടെന്ന് അത് വളരുന്നു. നമ്മൾ പഠിച്ച കാലഘട്ടത്തിൽ ഡിജിറ്റൽ യുഗം ഇല്ലായിരുന്നു, സോഷ്യൽ മീഡിയ യുഗം നമ്മൾ പഠിച്ച കാലത്തില്ലായിരുന്നു. പക്ഷേ അന്നും ഈ മയക്കുമരുന്നും മദ്യവും അങ്ങനെയുള്ള എല്ലാ കൊല്ലായ്മകളും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ മാതാപിതാക്കൾ നമ്മളെ അതിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടി, അതിലേക്ക് പോയി പെടാതിരിക്കുവാൻ വേണ്ടി മന്നാനിയ ബോർഡിംഗ് മദ്രസ എന്നൊരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടാക്കിയതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഞാനും നിങ്ങളും ഈ എൻ്റെ പിന്നിലിരിക്കുന്ന മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. അൽഹംദുലില്ലാ, നമ്മൾ ഒരുപാട് ഭാഗ്യവാന്മാരാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നതുകൊണ്ട്, അതുകൊണ്ട് മന്നാനിയിൽ പഠിച്ച എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തു. നമ്മൾ മന്നാനിയെ പഠിച്ചതിന് ഒരു തെളിവ് വേണം. ഈ ഭൂമിയിൽ മനുഷ്യന്മാർ ജീവിക്കുന്നതിന് ഒരു തെളിവുണ്ടാവും. ഓരോ ആളുകൾ, നമുക്കറിയാം മഹാന്മാരുടെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ ഈ ലോകത്ത് ജീവിച്ചതിന് ഒരു തെളിവ് ബാക്കി വെച്ചിട്ടായിരിക്കും പോകേണ്ടത്. അതുപോലെ മന്നാനിയിൽ പഠിച്ച നമുക്കും ഒരു തെളിവുണ്ടാക്കണം എന്ന് തീരുമാനിക്കുകയും ഈ ഭൂമിയിൽ നമ്മൾ തെളിവുണ്ടാക്കുവാൻ തീരുമാനിക്കുകയും അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതുമായി നമ്മൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഒരു കൂട്ടം സുഹൃത്തുക്കൾ മന്നാനി ഇതിനു വേണ്ടി അഹോരാർത്ഥം പണിയെടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹനീഫ ഉൾപ്പെടെ ആളുകൾ പറയാൻ എത്ര തിരക്കാണെങ്കിലും ഏത് പാതിരാത്രി ഫോൺ വിളിച്ചാലും ജനുമോനും അതുപോലെ ഹനീഫയും അതുപോലെ പല ആളുകളും ഫോൺ എടുത്ത് മണിക്കൂറുകളോളം സംസാരിക്കുകയാണ് നമ്മളോടൊപ്പം. വളരെ തിരക്ക് പിടിച്ച ജീവിതമുള്ള ആളുകളാണ്. നൗഫൽ 1 മണിക്കൂറും 1.5 മണിക്കൂറും ഫോണിലൂടെ സംസാരിക്കുകയാണ്. ഒരുപാട് ഫോൺ അതിനോടൊപ്പം വരുന്നുണ്ട്. ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളോടൊപ്പം സംസാരിച്ചിട്ട് നമ്മുടെ പദ്ധതി രൂപകൽപ്പന ചെയ്യുന്ന തിരക്കിലേക്ക് പോവുകയാണ്. ഇനി നമ്മളെ ഭാവിയിൽ നമ്മളെ സമൂഹത്തിന് എന്ത് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് വളരെ ഉത്കണ്ഠയോടുകൂടി സംസാരിച്ചുകൊണ്ട് ഒരു പദ്ധതിക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ രൂപം കൊടുക്കും. ഞാൻ കൂടുതൽ പ്രസംഗിച്ച് നിങ്ങളുടെ സമയങ്ങൾ ഞാൻ എടുക്കുന്നില്ല. എൻ്റെ പിന്നിൽ നമ്മുടെ ബഹുമാന്യ ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിപ്പുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാൻ സമയക്കുറവുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ ബോർഡിംഗ് മദ്രസയുടെ പ്രസിഡൻറ്റ് ഹനീഫയെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ബഹുമാന്യനായ മാഷ്, സദസ്സിലും വേദിയിലും ഇരിക്കുന്ന പ്രമുഖരായ വ്യക്തികൾ, എൻ്റെ സുഹൃത്തുക്കൾ, കുഞ്ഞുമക്കൾ, എല്ലാവരെയും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് മന്നാനിയ ബോർഡിംഗ് മദ്രസയിലെ നമ്മുടെ ഓരോ കാലഘട്ടത്തിൽ ജീവിച്ച പല ബാച്ചുകളിലായി പഠിച്ച് ഇറങ്ങിയിട്ടുള്ള ഓരോരുത്തരും പല ബാച്ചുകളാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാവരും അവരവരുടെ ബാച്ചിനെ കണ്ടെത്തി അവർ പരസ്പരം കൂടിയിരുന്ന് സംസാരിക്കുകയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ഈ മന്നാനിയിൽ ഇങ്ങനൊരു സംവിധാനത്തെക്കുറിച്ച് 1997 അല്ല മാഷ അല്ല 2007 തോന്നുന്നു ഫസ്റ്റ് നമ്മളെ മീറ്റിംഗ് കൂടുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വേണ്ടിയിട്ടുള്ള. ആ സമയത്ത് നമ്മളിത് ഈ പ്രൊജക്റ്റ് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പരസ്പരം ആലോചിക്കുമായിരുന്നു ഇത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച്.
അന്ന് ആദ്യമായി മെഡിസിറ്റി നൗഫൽ സാഹിബാണ് അന്ന് പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത്. സെക്രട്ടറി ഷിജു ആയിരുന്നു അല്ലേ, ഷിജുവും. അങ്ങനെ കുറച്ച് പേർക്ക് നമ്മൾ ഭാരവാഹിത്വമൊക്കെ കൊടുത്ത് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. കുറേ കാലം നമ്മളിത് അഹോരാത്രം പണിയെടുത്തു. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. അതിനുശേഷം അവരൊക്കെ ഭയങ്കരമായ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിപ്പോയി. അപ്പോഴും നമ്മുടെ മനസ്സിനകത്തുണ്ടായിരുന്നു ഓരോ കാലഘട്ടത്തിൽ പഠിച്ചവരെ പരസ്പരം കോർത്തിണക്കാൻ എന്താണൊരു മാർഗം. ഞാൻ എപ്പോഴും മാഷുമായിട്ട് ഇങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ഈ ആഗ്രഹം ഞാൻ എപ്പോഴും പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്നെ മെഡിസിറ്റിൽ നൗഫൽക്ക് എന്നെ വിളിച്ചിട്ട് പറയുക ചെയ്തത്, നീ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്കൊന്ന് ആക്റ്റീവാക്കി എടുക്കണം എന്നുള്ള അഭിപ്രായം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ആയിട്ട് വീണ്ടും നമ്മുടെ റിയാസിനെ തിരഞ്ഞെടുക്കുകയും ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു അവസാനഘട്ട ശ്രമം എന്ന നിലയിൽ ഒരു വൻ എന്താ പറയുന്ന ഒരു തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ ഞങ്ങൾ യാത്ര ചെയ്തു. ഇത് നമ്മളിതിൽ നിന്ന് ഏകോപിപ്പിച്ച് എല്ലാവരെയും ഒന്ന് ഒരു മാലയിലെ മുത്തുമണി പോലെ കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യവും ഞങ്ങൾ പലയിടത്തും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോഴും പലരും പല തരത്തിലുള്ള തിരക്കുകളൊക്കെ പറഞ്ഞിങ്ങനെ പിന്മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇതിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ കൂട്ടായ്മ ഇത്രയും വലുതാവുകയും നമ്മുടെ മക്കൾക്കും ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനോ അവർക്ക് തങ്ങൾ പരിചയപ്പെടാനോ ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും നമ്മുടെ പൂർവ്വകാല ചരിത്രങ്ങൾ, അതായത് നമ്മൾ മന്നാനിയിൽ പഠിച്ച ആ ഒരു നമ്മുടെ സ്വകാര്യമായ അഹങ്കാരമാണ് മന്നാനി എന്ന് പറഞ്ഞാൽ. കാരണം ഇത്രയും നല്ല ഓർമ്മകളുള്ള ഒരു വിദ്യാഭ്യാസ കാലഘട്ടം എനിക്ക് തോന്നുന്നു നമ്മുടെ തലമുറയിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾക്ക് കിട്ടാതെ പോയതാണ്. നമുക്കെല്ലാം നമ്മൾ വളരെ ഭാഗ്യം ചെയ്തവരാ. ഒരു കണക്കിന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ അന്ന് നമ്മുടെ ഈ പറയപ്പെടുന്ന സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കാൻ ഉണ്ടാക്കിയ ഒരു മനസ്സ്, അവരുടെ ഒരു ധൈര്യം, അതൊരു ചെറുതല്ല. നമ്മുടെ മക്കളെ ഇന്നൊരു ബോർഡിംഗ് മദ്രസയിലോ അതുപോലുള്ളൊരു സംവിധാനത്തിലോ ഒന്ന് നിർത്തി പഠിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ 1000 വട്ടം ആലോചിക്കും. നമ്മൾ ആലോചിച്ചതിന് ശേഷം അവസാനം എടുക്കുന്ന തീരുമാനം വേണ്ട എന്നുള്ളതായിരിക്കും. പക്ഷേ എന്നാൽ പോലും അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ആ ചുരുങ്ങിയ സാഹചര്യത്തിൽ പുൽപ്പായിലും ബാക്കിയുള്ള കാര്യം അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ ചുരുങ്ങിയ സാഹചര്യത്തിൽ നമുക്ക് മന്നാനിയിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇപ്പം നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല ആ ഒരു കാലം. പക്ഷെ നമ്മൾ അതിനെല്ലാം അതിജീവിച്ച് നമ്മൾ പല മേഖലകളിലും ഇന്ന് അന്നത്തെ പരിചയം നമ്മളുടെ പല മേഖലകളിലും നമുക്ക് വിജയത്തിലെത്താൻ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് എൻ്റെ മേഖലയെ സംബന്ധിച്ചുള്ള എനിക്ക് വളരെ 100% എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഏത് മേഖലയിൽ നമ്മൾ ചെന്നാലും ശരി, മന്നാനിയിൽ പഠിച്ച ഒരാളാണെങ്കിൽ എന്തും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. കാരണം അവിടുത്തെ ജീവിതശൈലി അങ്ങനെ ഇതായിരുന്നു. മാഷ് പലപ്പോഴും പറയാറുണ്ട് അവിടുത്തെ ഭക്ഷണക്രമത്തെക്കുറിച്ചും നമ്മളുടെ ഉറങ്ങുന്ന സമയത്തെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും ഒക്കെ പലപ്പോഴും പറയുമെങ്കിലും എന്താണെങ്കിലും ശരി നമ്മുടെ മക്കളെയും കൂടി ഇവിടെ കൊണ്ടുവന്നതൊക്കെ കാണിക്കാനും ബാക്കിയുള്ള നമ്മളുടെ ഓരോ കാലഘട്ടത്തിൽ ജീവിച്ച ഓരോ സുഹൃത്തുക്കളെയും ഒക്കെ പരിചയപ്പെടുത്താനൊക്കെ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അന്നത്തെ പ്രയത്നം എന്തായാലും വെറുതെ ആയില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഞാനും റിയാസും ഒക്കെ ഒരുപാട് സമയങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ സുബൈർ ഉൾപ്പെടെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എടുത്തേക്കുന്ന ഈ എഫേർട്ട് ചെറുതല്ല, ഇത് എന്തായാലും നിങ്ങൾ കാണിച്ച ഈ ഒരു സുബൈറിനെ ഞാൻ ചൂണ്ടിക്കൊണ്ട് പറയാം. സുബൈർ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, എന്തായാലും എൻ്റെ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ എന്നോടൊപ്പം പഠിച്ച ആളുകളെ എനിക്ക് കണ്ടെത്താൻ നിങ്ങൾ ചെയ്ത സഹായം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ചെയ്ത സഹായം വളരെ വലുതാണ്. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പല മേഖല, അതായത് ആരുടെയും കുറ്റമല്ല, എല്ലാവരും പല ഭാഗങ്ങളിൽ നിന്ന് വന്ന് ഒരു കോണ്ടാക്ട്സും ഇല്ലാതെ പിരിഞ്ഞു പോയപ്പെട്ടവരാണ്. ഇവരെയൊക്കെ നമ്മൾ വീണ്ടും ഇവരുടെ എല്ലാം കോണ്ടാക്ട്സുകൾ കണ്ടെത്തി പരസ്പരം ഏകോപിപ്പിച്ച് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്, ഇതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം എന്ന് പല പ്രാവശ്യം നമ്മളിങ്ങനെ പറയുകയും എന്നാൽ പറഞ്ഞ് കേട്ടവരിൽ ഒരുപാട് പേര് തിരക്കിൻ്റെ കാര്യം. തിരക്കെന്ന് പറയുന്ന സംഭവം 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന്, പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടെങ്കിൽ തിരക്കൊരു വിഷയമായിട്ട് വരില്ല. പ്രയോറിറ്റി ഇല്ലാത്തടത്ത് തിരക്ക് എപ്പോഴും ഉണ്ടാകുക തന്നെ ചെയ്യും. അത് ചില ആളുകൾ, ഞാൻ ആരെയും കുറ്റപ്പെടുന്നില്ല, ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുമില്ല, എന്നോടൊപ്പം പഠിച്ചവരാണ്. പക്ഷേ പലർക്കും പലതരത്തിലുള്ള ജീവിത സാഹചര്യമാണ്. അവർക്കൊരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഉള്ള സമയത്ത് എത്തിപ്പെടാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം. എന്നാൽ എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ പോലും വരാത്തവരും ഉണ്ടാകാം. 2 പേരും ഉണ്ട്, 2 വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട്. എന്താണെങ്കിലും എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്, നമ്മുടെ ഈ കൂട്ടായ്മ ഇതിനേക്കാൾ ശക്തമായ നിലയിൽ ഇതിനേക്കാൾ കൂടുതൽ ഇപ്പം നമ്മൾ ഏകദേശം ഒരു 125 പേരിനകത്തുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു ഏകദേശ ഒരു കണക്കൂട്ടൽ. അടുത്ത പ്രാവശ്യം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തി മന്നാനിയിൽ തന്നെ പഠിച്ച മുഴുവൻ ആളുകളെയും ഇതിലേക്ക് വീണ്ടും ഇതുപോലുള്ള സംഗമത്തിന് 2019 നമ്മൾ ആദ്യമായി ഇഫ്താർ സംഘടിപ്പിച്ചു അല്ലേ മാഷേ, ആദ്യമായിട്ട്. അതിനുശേഷം ഇന്നിപ്പോൾ 2025 ഇത്രയും വർഷവും മുടക്കമില്ലാതെ നല്ല വൃത്തിയായ നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും ഇനിയുള്ള വരും വർഷങ്ങളിലും
നമ്മളുടെ മക്കളെയും ഉൾപ്പെടെ നമുക്കിവിടെ വന്ന് ഈ റമദാനിലെ അവസാനത്തെ ഞായറാഴ്ച നമ്മളങ്ങനെയുള്ള തീരുമാനം എല്ലാ റമദാനിലെയും അവസാനത്തെ ഞായറാഴ്ച നമ്മളിങ്ങനൊരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്യും. എല്ലാവർക്കും വർഷത്തിലൊരിക്കലെങ്കിലും പരസ്പരം ഒന്ന് കാണുകയും മുസാഫാത്ത് ചെയ്യുകയും അവരൊക്കെ തങ്ങൾ പരസ്പരം സന്തോഷം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ മാഷ് എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും ഞാൻ ആ മാഷിൻ്റെ പല പല വാക്കുകളും ആലോചിക്കാറുണ്ട്. മാഷിനെ സംബന്ധിച്ചോളം മാഷിൻ്റെ ഒരു വാചകങ്ങളും പതിരില്ലാത്തതാണ്. മാഷ് ഈ കുറഞ്ഞ കാലയളവിനെക്കുറിച്ച് പറയുമ്പോൾ ഈ അടുത്ത സമയത്തൊരു ഉദാഹരണം പറഞ്ഞ് എന്നെ വളരെ ഹർട്ട് ചെയ്തൊരു സംഭവമാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടവും കണ്ടുമുട്ടുന്ന കാലഘട്ടവും കുറഞ്ഞു വരികയാണ്. സത്യമാണ്. നമ്മളിലുള്ള എത്രയോ ആളുകൾ, എൻ്റെ പ്രായമുള്ള എൻ്റെ ബാച്ചിൽ പഠിച്ചിരുന്ന ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട്. നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ടതായി വരും. കാരണം ശരിയാണല്ലോ ആ പറയുന്നത്, നമുക്ക് യഥാർത്ഥത്തിൽ കുറഞ്ഞ സമയം ഇനിയുള്ളൂ. നമ്മൾ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി തിരക്ക് കാണിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബന്ധങ്ങളെ പരസ്പരം ഇതുപോലെ തോളോട് തോൾ ചേർന്ന് വന്നിരുന്ന് കണ്ട് സംസാരിച്ച് നമുക്ക് സന്തോഷം പങ്കുവെച്ച് പോകുന്നതിനേക്കാൾ വലിയൊരു കാര്യം ഒരു ദിവസം, വർഷത്തിൽ ഒരു ദിവസത്തെ കാര്യം പറയുന്നു. പിന്നെ നമ്മൾ ഓരോ മീറ്റിങ്ങുകളോ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എത്തിപ്പെടാൻ കഴിയുന്നവരൊക്കെ എത്തിപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. പിന്നെ നമ്മൾ വേറൊരു പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മളിവിടെ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. ഇപ്പോൾ റിയാസ് പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിലുള്ള അക്ഷരരായ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം നമ്മൾ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവ് എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും കൂടി ചേർന്ന് ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ബഹുമാന്യനായ മാഷോട് അനൗൺസ് ചെയ്യും. ഞങ്ങളതിൻ്റെ പിന്നിലാണ് കുറച്ച് നാളുകളായിട്ട്. അതിൻ്റെ കുറേ പേപ്പർ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. മാഷത് അനൗൺസ് ചെയ്യുകയും ബാക്കി എൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇനി എനിക്ക് ശേഷം ഒരുപാട് പേര് ഇവിടെ സംസാരിക്കാനിരിപ്പുണ്ട്. കുറഞ്ഞ സമയങ്ങളെ നമുക്കുള്ളൂ. എന്തായാലും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒപ്പം സഞ്ചരിച്ച, ഒപ്പം താമസിച്ച പല കാലങ്ങളാണ്. ഇവിടെ ഇത് ആസ്വദിക്കാനും പ്രിയപ്പെട്ട ആരിസിൻ്റെയും ജനിയുടെയും സഹപ്രവർത്തകൻ അജീഷ് സാർ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ നമ്മൾ സമന്വയമായൊരു സദസ്സാണിത്. അതേപോലെ വർത്തമാന കാലവും നമ്മൾ കാണണം, ഇന്നലകളും കാണണം. ഒരു ശരിക്കും മന്നാനിയ ബോർഡിംഗ് മദ്രസയെന്ന് കൂടെ ചേർക്കണം. എങ്ങനെ ഒരു മദ്രസയെ രൂപപ്പെടുത്തിയെന്നും സമൂഹം അറിയണം. ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയിൽ ഇവർ ഓരോരുത്തരും എങ്ങനെ പ്രവർത്തിക്കുന്നു അറിയണം. ഇവരുടെ ബാല്യം എങ്ങനെ അവർ കൊണ്ടുപോയെന്ന് അറിയണം. മദ്രസ എന്ന കൺസെപ്റ്റ് എന്തായിരുന്നു എന്ന് മന്നാനിയുടെ 27 വർഷത്തെ ചരിത്രം ഈ കാണുന്ന കമ്മ്യൂണിറ്റി അറിയും. അത് അജീഷ് സാർ ഉൾപ്പെടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഒരു സദസ്സ്, ഒരു സമൂഹം നമ്മളെ എങ്ങനെ ക്യാപ്ചർ ചെയ്യുമെന്ന് അറിയേണ്ടത്. പല ആളുകളും ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മദ്രസയാണ് അപജയം എന്ന് പറയും. അവരെ നമ്മൾ ആ അവസരത്തെല്ലാം കടന്ന് മാറ്റേണ്ടതുണ്ട്, അവരെ അഡ്വൈസ് ചെയ്യേണ്ടതുണ്ട്. ഒരു മദ്രസ എന്ന സങ്കല്പം ബോർഡിംഗ് അസോസിയേഷനപ്പുറം ഒരു കാലത്ത് 89-ൽ ഒരു കുട്ടികൾക്ക് വികൃതി ഉണ്ടാവും, വൈകൃതമില്ല. ഇനി ഉണ്ടെങ്കിലോ അത് മാറ്റാൻ ബാധ്യസ്ഥർ നമ്മൾ മുതിർന്നവരുടെ സമൂഹമാണ്. വികൃതി എന്ന ചാബല്യത്തെ മാറ്റിക്കൊണ്ട് ഒരു സമൂഹത്തിന് ഗുണകരമായ ഒരു ഫലസൂചന നൽകുക ചെയ്തത്. അവർ ഇന്ന് ഞാൻ അഭിമാനപൂർവ്വം മാഷാ അല്ലാഹ് അവർ മക്കളായി അവർ പ്രാപ്തിയെത്തി ഓരോ യൂണിറ്റുകളായി മാറി. അവർ അക്കാഡമിക് വാല്യൂ എന്നതിനപ്പുറം അവരുടെ മെരിറ്റും വാല്യൂസും പൊതുജീവിതത്തിൽ അവർ മാറ്റം കൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ മക്കൾക്ക് മാതൃകയാണ്, സമൂഹത്തിന് മാതൃകയാണ്, കുടുംബത്തിന് മാതൃകയാണ്, സമുദായത്തിന് മാതൃകയാണ്. അല്ലാതെ ഒരു മദ്രസയിൽ അയച്ചു എന്ന് പറഞ്ഞു മദ്രസാ സങ്കല്പത്തെ വികലമാക്കാൻ നിൽക്കുന്നവർക്കൊരു മറുപടിയാണ് ഈ വേദിയും സദസ്സുമൊക്കെ. അങ്ങനെ ആ ഒരു പ്രയോറിറ്റികളുണ്ട്. 35 വർഷം കൂടി ആദ്യമാണ് ഷാജാനെ കാണുന്നത്. ഷാജാൻ എത്ര ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നു, നിങ്ങൾ അത്ഭുതപ്പെടും. ഈ ഷാജാൻ ഇന്നാണ് ഞാൻ കാണുന്നത്. 90-ൽ പാസ് ഔട്ടായിട്ട് ഇന്നാണ് കാണുന്നത്. ആ ഷജീറെ കൊല്ലുന്നില്ല, ഫാത്തിമ സിജി എന്ന് പറയും. ഇന്നാണ് ഞാൻ അവനെ കാണുന്നത്. അതിന് കാരണമുണ്ട്. അതായത് ഈ സദസ്സൊന്നും അറിയണം, നമ്മൾ ഒരു 7000 കുട്ടികൾ ആ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. കണക്ട് ചെയ്ത മദ്രസയിൽ പഠിച്ചതോ 703 പേരാണ്. അതിന് കാരണമുണ്ട്. ഓരോ വർഷവും 30-നപ്പുറം ആളിനെടുക്കില്ല എന്ന് പറയാം. ഇതിൻ്റെ സാരഥികളായ കടക്കിലുസ്താവ് ഉൾപ്പെടെ ആളുകളോട് അഭിപ്രായം ചോദിച്ചിട്ട് ഒരു കാര്യത്തിൽ അഡ്മിഷൻ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഒരു വർഷം റെസിഡൻഷ്യൽ പർപ്പസിൽ 30 പേര് മതി. 300 പിടിച്ചാൽ കിട്ടൂല. ആ 30 മാതാപിതാക്കൾക്ക് മക്കൾ നന്നായി ഇപ്പോൾ ആഗ്രഹത്തിലാണ്. നേരെ അതായത് റിയാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവർ കൊണ്ടുവരുമ്പോൾ അവിടെ വികൃതിയെ ഞാൻ ചേർത്ത് പിടിച്ചു. ചുരുക്കി പറയാം, ഒരിക്കലൊരു 11 വയസ്സുകാരൻ വന്ന് അവൻ അന്ന് മൈക്കൽ ജാക്സൻ്റെ ബ്രേക്ക് ഡാൻസിൻ്റെ പ്രധാന ആളാണ്. അവന് ബ്രേക്ക് ഡാൻസ് അല്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല. അവനെ ബോഡി കൊണ്ട് നിസ്കരിക്കാൻ പറയാൻ പറ്റുമോ? ഈ സദസ്സറിയണം.
ഒരു ദിവസം രാത്രി അവന് വേണ്ടി ഞാൻ ബ്രേക്ക് ഡാൻസ് സംഘടിപ്പിച്ചു, എല്ലാ മെറ്റീരിയൽസോടും കൂടി. ഇന്ന് മാഷാ അല്ലാ അവൻ്റെ സങ്കല്പം മാറി, അവൻ കൃത്യമായി കുടുംബനാഥനായി മാറി. അന്ന് ആ 11 വയസ്സുകാരൻ ഞാൻ പറ്റില്ല ഇറങ്ങി പോടാന്ന് പറഞ്ഞാലോ അവൻ എങ്ങും എത്താതായി പോനെ. അങ്ങനെ ഓരോ വികൃതികളെയും കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ് ഈ സമൂഹത്തെ, ഈ മദ്രസയെ പൊതുസമൂഹത്തിന് സ്വീകാര്യരാക്കിയത്. ഇന്നിപ്പോൾ നൗഫലിൻ്റെ കൂടെ തന്നെ മനീഷ് ഉൾപ്പെടെയുള്ളവർക്ക് അറിയാം, ഈ സദസ്സെന്ന് പറയുന്നത് കേവലം നമ്മുടെ കമ്മ്യൂണിറ്റി സദസ്സല്ല, ഒപ്പം സഞ്ചരിക്കുന്ന ലോകത്തിൽ ഈ മദ്രസ കാഴ്ചവെച്ച ഒരു പ്രോഡക്റ്റാണ്, ഒരു സമന്വയമാണ്. അപ്പോൾ അതൊരു ഘട്ടമാണ്. ഞാനീ പറഞ്ഞൊക്കെ ഞാൻ പ്രസംഗിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാലും അറിയാതെ കൂടി മന്നാനിയെ മാത്രം എൻ്റെ വേദി ഇന്ന് വരെയും ഒരു മയക്കല്ലാതെ ഒരിക്കൽ ജീവിതത്തിൽ ഈ അനസ് കൊണ്ട് ഒരു പള്ളി കയറ്റി. ഈ കഴിഞ്ഞ 36 വർഷം കൊണ്ട് 89 ഞാൻ 22 വയസ്സുകാരനെ ഇവിടെ എത്തുമ്പം 14-15 വയസ്സുള്ള ഈ പറയുന്ന ഷാജി ഉൾപ്പെടെയുള്ളവരെ എന്നോടൊപ്പമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു 14-15 വയസ്സുള്ള ഒരു സംഘം 34 പേരും 22 വയസ്സുകാരനെ ഞാനും. സമ്മതമുണ്ട്, എന്നെ ഒഴിവാക്കുന്നില്ല. അപ്പോൾ വയസ്സുകാലിയൊക്കെ അപ്പോൾ ഞാനിപ്പോഴും യൗവനാണ്, തല നരച്ച മുടി ഡയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അത് വേണമല്ലോ. എന്നെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സാണ് എൻ്റെ സമ്പത്ത്, മനസ്സിൻ്റെ സമ്പന്നതയാണ്. അപ്പോൾ നമുക്ക് കാണൊരു പശ്ചാത്തലം ഇവിടെ നമ്മൾ കാണേണ്ടത് അടിയുറച്ച സത്യവിശ്വാസികളാകുക. അതോടൊപ്പം ബഹുസമൂഹത്തിലാണ് ജീവിക്കുന്നത്. ബഹുസമൂഹത്തിൻ്റെ സമന്വയത്തെ നമ്മൾ മാനിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൾട്ടിവേറ്റ് ചെയ്യപ്പെടണം. ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കണം. അല്ല ഞങ്ങൾ പ്രത്യേക ജനുസാണെന്ന് ആരും കരുതേണ്ടല്ല. നമ്മൾ എന്താണെന്ന് കാട്ടിക്കൊടുക്കണം, എന്നിട്ട് നമ്മളായി ജീവിക്കണം, മറ്റുള്ളവർ ചേർത്ത് പിടിക്കണം. എങ്കിലേ ഈ സൗഹൃദവും ഈ ഇഫ്താറുമാകുന്ന ഒരു ഘടകം അതാണ്. ഞാനത് നീട്ടിപ്പറയുന്നില്ല. പിന്നെ ഇതൊരു ആശയമാണ്. അതായത് 89 മുതൽ 2019 വരെ വന്ന് ഞാനൊന്ന് എല്ലാവരും തനിയെ യാത്ര പറഞ്ഞു ബോർഡിംഗ് എന്ന സംവിധാനം യാത്ര പറഞ്ഞപ്പം പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. മന്നാനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഞാൻ. പക്ഷേ ആ ഒരു പദവി ഒരു അലങ്കാരമാണ്. നിങ്ങളില്ല, ഞാനില്ല. ഞാൻ തനിയെ അവിടെ നിന്ന് ഇറങ്ങി 30 വർഷം 8 ദിവസവും പൂർത്തിയാക്കിയിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ നിങ്ങളെ ആരെയും അറിയിച്ചില്ല, ഒരാളെ വിളിച്ചറിയിച്ചില്ല. പക്ഷേ അത്ഭുതമായി ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ 19 പേര് എന്നെ തേടിയെത്തി. 19 പേരെ തേടിയെത്തിയിട്ട് ആ 19ൻ്റെ വളർച്ച ഇതിപ്പോൾ ദുബൈയിൽ നിന്ന് നിസാമും ഷിജുവും സാബും വിളിച്ച് ഞങ്ങൾ ഈ ടൈമിൽ ഞങ്ങൾ ഇഫ്താർ സംഘടിപ്പിക്കുക, അവരെ നമ്മൾ മാനിക്കണം. ഇത് ലൈവായി കണ്ടാൽ അവർ 4 പേർ ചേർന്ന് അവിടെ ഒരു 17 പേരെ കണക്ട് ചെയ്ത് ദുബൈയിൽ നമ്മുടെ സംഘം നടത്തുകയാണ്. ഞാൻ പറഞ്ഞ 703 പേരിൽ 2011 വരെ വന്നതിൽ 470ഓളം പേരാണ് ഈ പല ഭാഗത്തുള്ളത്. യൂറോപ്പിൽ ചെക്ക് എംബസിയിൽ വരെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട അൻസറാണ് ആ എംബസിയിൽ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അവനും നമ്മളും അകലം 7300 കിലോമീറ്ററാണ്. ഗൂഗിളിട്ട് കൃത്യമായി പറയുകയാണ്. ഇന്ന് പണ്ട് ഒരു ടെലിഫോണിന് വേണ്ടിയും വേറെന്നുണ്ട്, അന്ന് നിങ്ങളെല്ലാം കത്തെഴുതാൻ പഠിച്ചു, കാരണം ഇല്ലെങ്കിലും ഉള്ളു, വേറെ മാർഗ്ഗമൊന്നുമില്ലേ, കത്തെഴുതാൻ പഠിച്ചവരാണെന്ന്. പിന്നെ വളരെ കഴിഞ്ഞ് ഫോൺ വന്നു, മൊബൈലൊക്കെ വന്നപ്പോൾ നിങ്ങൾ കടന്നുപോയി. പിന്നെ മാഷാ ഒരു സൗകര്യം എന്ന് പറഞ്ഞാലേ, ഞാൻ ഇനിയും കാണാത്ത പാസ് ഔട്ടായി പോയ നാസിമിൻ്റെ മക്കൾ ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അത് ഇൻ്റർനാഷണൽ ബോർഡിങ്ങായി മാറി. ഞാൻ എവിടെ ഇരിക്കുന്നോ അതെൻ്റെ വലയമാണ്. നിങ്ങൾ രക്ഷിതാക്കളും നിങ്ങളുടെ മക്കൾ എൻ്റെ കുട്ടികളുമായി മാറി. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 3 വയസ്സുകാരൻ പോലും യാസർ ലേറ്റാണല്ലോ, ശ്യാമല്ലേ, ശ്യാമൻ യാസറിന് പിന്നെ ലേറ്റ് മീൻസ് നമ്മൾ ഇത് ഇവിടെ ഒരു ഔപചാരികത ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വാർത്ത. ഞാൻ ഒരിക്കലും പൊതുവേദിയിലും പൊതുസ്ഥലത്തിലും പ്രസംഗിക്കാത്ത ആളാണ്, എനിക്കിത് കഴിയുകയുമില്ല. ഇത് എന്നോടൊപ്പം പിന്നെ കൂടെ വേദി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ഇലോപാലം 2008-2009 കാലത്തിൽ എന്നോടൊപ്പം താമസിച്ച് മികവാർന്ന അവിടെ റിലീജിയസ് സ്റ്റഡിയാണ്. അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ വെച്ചിട്ട് ഒരു എക്സിബിഷൻ നടത്തിയ ആളാണ്. പൊതുസമൂഹത്തിൽ ഇത്രയും സ്വീകാര്യ ചെറുപ്പക്കാരനില്ല ഈ പണ്ഡിത മേഖലയിൽ. പിന്നെ പ്രിയപ്പെട്ട അഷ്റഫ് കടക്കൽ, ഞാൻ മന്നാനി എത്തുമ്പോൾ അഷ്റഫ് കടക്കൽ TK കോളേജിലെ സെക്കൻഡറി വിദ്യാർത്ഥിയാണ്. 2009 ജൂലൈ ആഗസ്റ്റ് അന്ന് കോളേജ് ക്ലാസ് തുടങ്ങി സൈക്കിളിൽ പോകുമ്പം അന്ന് അവിടെ ഭക്ഷണം, ഞാൻ കടക്കൽ സാർ പുതിയ സൽക്കാരപ്രിയനാണ്. അഷ്റഫിൻ്റെ പാത്രത്തിൽ നിന്ന് ചോറെടുത്ത് ഞങ്ങൾ കഴിക്കും. അന്ന് തുടങ്ങിയൊരു ബന്ധം ഇന്നൊരു 36 വർഷമായിട്ടും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ. അഷ്റഫിൻ്റെ നിലയിലും അതിൻ്റെ പശ്ചാത്തലം ഒരുപാട് വളർന്നു. പക്ഷേ ഇവരുടെയൊക്കെ സ്വീകാര്യത ഒരു കോളേജ് ക്യാമ്പസിലെ പ്രൊഫസറിനപ്പുറം സാമൂഹ്യ രംഗത്ത് പ്രതിബദ്ധതയോടെ സമൂഹത്തിനും സമുദായത്തിനും പറ്റിയ അതേ വിനു ജോണിനെ പോലുള്ള ഒരു ആങ്കറിൻ്റെ മുന്നിൽ സമർത്ഥമായി കാര്യം അതിന് പറ്റുന്ന ഒരാളാണ്. നമ്മുടെ ആളെ തിരിച്ചറിയണം. അഷ്റഫ് കടക്കലെ ലക്ഷ്യം വയ്ക്കുന്നത് സാമൂഹ്യ നന്മയാണ്, സമുദായ നന്മയാണ്. എല്ലാവരുടെയും താല്പര്യമൊത്ത് അഷ്റഫ് കടക്കിന് സംസാരിക്കാൻ പറ്റത്തില്ല, അതാണ് അഷ്റഫിൻ്റെ ആർജവത്വം. പക്ഷേ അദ്ദേഹം ഒരിക്കൽ സൂറത്ത് 100
35-ാമത്തെ ആയത്ത് ഒരാൾ സമർത്ഥിച്ചത്. ഞാൻ ഇന്നും ആ ആയത്തെടുക്കുമ്പം അഷ്റഫിനെ ഓർക്കും. ഒരു വാദിൻ്റെ സദസ്സിലും അതിൻ്റെ കത്തൂല. പക്ഷേ അഷ്റഫ് ഒരു വേദിയിൽ സൂറത്ത് നൂറിലെ ആ ആയത്ത് ഓതിയിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു. എൻ്റെ ജീവിതത്തെ എൻ്റെ സ്വാധീനിച്ചൊരു ഘടകമാണ്. അപ്പോൾ ഇവരെല്ലാം സഹയാത്രിയാണ്. ഹാരിസ് അന്നൊരു 8ാം ക്ലാസ്സിൽ സുമുഖനായ നല്ല ഉഷാറായി. എന്നെ മാഷേന്ന് ആദ്യം വിളിച്ചത് ഹാരിസാണ്. ഫസ്റ്റ് ബാച്ചിൽ ഹാരിസാണത്തെ സീനിയർ. അന്നത്തെ ഒരു സമാജവും കാര്യങ്ങളൊക്കെ. പിന്നെ സജീറും ഷാജഹാനും ഒക്കെ ഞാൻ വേറൊന്നും പറയണ്ടല്ലേ, ഒന്നും അത് പറഞ്ഞൂടാ. നമ്മൾ അല്ല അതില്ല, അത് പറയാൻ പാടില്ലല്ലോ. ഇത് പറഞ്ഞു വെച്ചോട്ടുണ്ട്. അപ്പോൾ അല്ല താന്ന് നിങ്ങളോടൊപ്പം മര്യാദയ്ക്ക് ഞാൻ ജീവിക്കാൻ കഴിഞ്ഞോളാം എൻ്റെ പ്രയോറിറ്റി. ഞാൻ അതാണ് ഞാൻ പഠിച്ചു. ഈച്ച് ഡേ ഹാസ് ബീൻ ലേണിംഗ് എക്സ്പീരിയൻസ്. ഞാൻ നന്നായി, അതാണ് കാര്യം. അല്ല അത് പറ്റുമോ? അപ്പോൾ അനസേവ ആളെ പയ്യനാണ് പ്രായമൊക്കെ തോന്നിയാലും മക്കളോട്ടിരുന്നത്. കരുനാപ്പള്ളി അനസ് നിനക്ക് വേണ്ടി ഇത്ര കാത്തിരുന്നത്. അല്ല അവന് പ്രായമൊന്നുമില്ല, ചെറിയ പ്രായമാണ്. അപ്പോൾ ഞാൻ പ്രിയപ്പെട്ട വേദി മനസ്സിലാക്കേണ്ടത് ഇതൊരു സ്മൃതിയുടെ മധുരമുള്ള സദസ്സാണ്. അപ്പോൾ നിങ്ങൾ അതിനെ അങ്ങനെ കണ്ട നമ്മൾ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള അവസരം ഉണ്ടല്ലോ. ഹാരിസേ, ആ അൻസാരി എവിടെ? നമ്മുടെ അൻസാറിൻ്റെ മറ്റേ പേര് ഞാൻ പറയത്തില്ല, അൻസാരി ഉണ്ടല്ലോ. എല്ലാവർക്കും ഓരോ പേരുകളുണ്ട് സ്നേഹപൂർവ്വം എന്ന് വിളിച്ചത്. പിന്നെ അതിന് പ്രത്യേകത ഇപ്പോൾ വേറൊന്ന് ഞാൻ കാണുന്നുണ്ട്. മെനഞ്ഞാന്ന് ഇപ്പോൾ പുതിയ അൻസറിൻ്റെയും അനസിൻ്റെയും മക്കൾ നവാസിനും +1ഉം 10ാം ക്ലാസ്സും കഴിഞ്ഞു. പ്രിയപ്പെട്ട അമാനന്ദയുടെ മകൻ +2 എത്തി. അവരെ ഞാൻ നിങ്ങളറിയാതെ പഠിക്കുന്നുണ്ട്. അവൻ ഹ്യൂമാനിറ്റീസ് എടുത്ത് അവൻ്റെ താല്പര്യം സംസാരിക്കുന്നുണ്ട്. മോൻ എന്താ അസ്ലം എനിക്ക് കൊടുത്തത്? എന്തൊരു ഗ്രാഫിയാണ്? കാലിഗ്രാഫിയുടെ ഒരു വലിയൊരു അവൻ്റെ ഒരു എന്നെ അത്ഭുതപ്പെട്ടു പോയി. അവനും എൻ്റെ ഉമ്മയും മക്കളും അവനും വന്നു. അപ്പം എനിക്ക് കിട്ടാവുന്നൊരു അസറ്റ്, എൻ്റെ റോയൽറ്റി നിങ്ങളുടെ മക്കളുടെ ഒരു വാസന. അവർ എല്ലാവരും പഠിച്ച് എല്ലാവരുടെ ആഗ്രഹം പഠിക്കണം, എഞ്ചിനീയർ നോക്കാം. അതില്ല, ഇവർക്ക് ഓരോരുത്തരും ഒരു ടാലൻ്റ് ഉണ്ട്. ആ ടാലൻറ്റ് എന്നോട് സംസാരിക്കുന്നതിനെ കാണുന്നുണ്ട്. പഠനം കഴിഞ്ഞ് മന്നാനി വിട്ട് പോയാൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങളുടെ മക്കൾ എന്നെ വാട്സപ്പിലൂടെയും ഫോണിലൂടെയും ബന്ധപ്പെടുന്നു. അതാണ് ഈ പുതിയ കാലത്ത് പ്രത്യേകത. അതാണ് ഞാൻ പഠിപ്പിച്ച മദ്രസയുടെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഞാൻ നീട്ടി പറയുന്നില്ല. പ്രിയപ്പെട്ട മുഹമ്മദ് 7 വർഷം നിങ്ങളോടൊപ്പം ബോർഡിങ്ങിലല്ല, നമ്മളോടൊപ്പമാണ്. ഹസരത്തിൻ്റെ ഭാഷയുണ്ട്, അനമിങ്കും ലാമാക്കും. അങ്ങനെ മുഹമ്മദ് നമ്മളോടൊപ്പമായിരുന്നു, നമ്മൾ പെട്ടില്ല. അതിനൊരു പോസിറ്റീവ് സൈഡ് ഹസരത്ത് പറഞ്ഞ വാക്കാണ്. പക്ഷേ മുഹമ്മദിനെയും ഹസരത്തിനെയും ആ ഉമ്മയും ഇത്തയും ഓർക്കുന്ന വലിയൊരു സംഘമാണ് നിങ്ങൾ. മറക്കാൻ പറ്റുമോ? ഹസരത്തിൻ്റെ ശാസന ഏറ്റുവാങ്ങുമ്പം വൈകുന്നേരം സ്വല്പം തേനും പച്ചവെള്ളവും കിട്ടും. അത് തരാതെ ഹസരത്ത് ഏറ്റവും നന്നായി ശാസിക്കുന്ന ആളാണ്. മുഹമ്മദിനെ നന്നായി ശാസിക്കുന്ന പകുതിയെ നിങ്ങളെ ശാസിക്കൂ. അതിൻ്റെ കൂടി ഇതാണ്. അന്ന് ഞാൻ 22 വയസ്സിന് ഹസരത്ത് വലിയൊരു വലയമാണ്. അവിടെ അദ്ദേഹം എന്നെ ഒപ്പം ഇരുത്തി. ഇന്നത്തെ പല കേമന്മാരും തറയിൽ ഹസരത്ത് പറഞ്ഞ പദമുണ്ട്, അതൊക്കെ മുഹമ്മദ് അറിയാം. ഞങ്ങൾ 7 വർഷം, അതായത് 89-96 ആണ് ഇരിക്കുന്നത് അധികവും. അവരും മക്കളുമാണ്. ഇതിൻ്റെ പ്രത്യേകത ഇവരൊക്കെ 15 വർഷം കഴിഞ്ഞാൽ എന്നെ വന്ന് കണ്ടു തുടങ്ങിയത്. ഇനിയിപ്പോൾ മാഷാദി സംഭവിക്കുമ്പോൾ എന്തോ ഇനിയൊരു 15 വർഷം കഴിയുമ്പം അള്ളാഹു ആയുസ്സും ആരോഗ്യം തട്ടെ വീണ്ടും അടുത്ത സദസ്സ് വരും. ഇല്ലാതെ ഇറങ്ങി പോട്ടെന്ന് മാഷേ ഇവരാരും കല്യാണം വിളിക്കാൻ വന്നിട്ടില്ല. അധികം വരും, എന്നാലും വന്നിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. മറിച്ച് മക്കളൊക്കെ ഒരു 7ാം ക്ലാസ്സും 10ാം ക്ലാസ്സും അവർ കടന്നു വന്നു. നമ്മൾ കണ്ടു, സംസാരിച്ചു, സമന്വയിച്ചു. അപ്പോൾ ഇതേ ഉള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും ഈ സദസ്സ് ഇഫ്താറിൻ്റെ സദസ്സ് കൂടാണ്, നമ്മുടെ വിശ്വാസ സദസ്സാണ്, സമന്വയത്തിൻ്റെ സദസ്സാണ്. ഇവിടെ നമ്മളാണ് പൊതുസമൂഹത്തിന് കാട്ടിക്കൊടുത്തുകൊണ്ട് ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയിൽ വളർന്ന് പഠിച്ചു വരുവാനും മക്കളെ പഠിപ്പിക്കുവാനും നമ്മൾ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ നന്മയും ഔന്നത്യവും നമുക്കുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഹമ്മദ്, പ്രിയപ്പെട്ട അഷ്റഫ് കടക്കൽ, ഇലവുപാലം, ഇവർക്കെല്ലാം ഇതിനകത്തൊരു മെസ്സേജ് തരേണ്ടത് അത് ഓർമ്മകളുടെ മെസ്സേജാണ് മുഹമ്മദ് തരുന്നത്. മുഹമ്മദിൻ്റെ മെസ്സേജ് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റിൽ ഒരു ആശംസയിൽ ഇലവുപാലം വരും, പ്രിയപ്പെട്ട അഷ്റഫ് കടക്കൽ വരും, ഹാരിസ് ഇതിൻ്റെ പാർട്ടാണ്. ഇപ്പോൾ മെഡിസിറ്റി നൗഫലും സലീമൊക്കെ, നൗഫൽ പൊതുവെ പ്രസംഗിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്, എന്നാലും വന്ന് സദസ്സുണ്ട്. മറ്റ് പ്രോഗ്രാം നൗഫലിനോട് കൊടുക്കാം. ഇവിടെ റിയാസേ നമ്മൾ പതിവ് പോലെ. അപ്പോൾ ഞാൻ നീട്ടി പോകുന്നില്ല. 6 ഈ ഒരു 15 മിനിറ്റാണ് മുഹമ്മദിന് കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇല്ല നമ്മുടെ ഞാൻ എന്നെ നിയന്ത്രിക്കണമല്ലോ, ഞാൻ കൊടുത്ത സമയം നോക്കണമല്ലോ. അപ്പോൾ ഇതാണ് കുഴപ്പം. ഈ മൈക്ക് എടുത്ത് പരിചയമില്ലാത്ത ഒരാൾ മൈക്ക് എടുക്കുമ്പോഴേ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മൈക്ക് എടുത്തിട്ടില്ല, നിങ്ങളുടെ അറിയാമല്ലോ. അതാ കറക്റ്റ്. ഇനി ഒരു ആശയം കറക്റ്റ് പ്രിയപ്പെട്ട അഷ്റഫ് അത് അനൗൺസ് ചെയ്യാൻ അവരെ ഏൽപ്പിച്ചിരുന്നത് ജനിമോനാണ്. ജനിമോനാണ് എൻ്റെ ആൾ. ഞാൻ അനൗൺസ് ചെയ്യാം കേട്ടോ.
ഇന്നത്തെ വേറൊന്ന് എന്താവും, നമുക്കൊരു ആശയം വന്നു. അതായത് എല്ലാ സ്ഥലത്തും ചാരിറ്റിയിൽ ഓർഫനേജുകൾ, മറ്റ് ധർമ്മസ്ഥാപനമൊക്കെ ഉണ്ട്. നമ്മുടെ ഇടയിൽ ഈ വളരെ എലൈറ്റായിട്ട് നിൽക്കുന്ന സമൂഹത്തിൽ പോലും ചില വൈകല്യങ്ങൾ വന്ന, പരിമിതികൾ വന്ന സംഘമുണ്ട്. അവരെ വളരെ മാതൃകാപരമായി താമസിച്ച് പഠിപ്പിക്കണം, വേണ്ട സൗകര്യം കൊടുക്കണം. നമ്മൾ തന്നെ ചിലപ്പം വാർദ്ധക്യം എത്തുമ്പം ഒരു റോയൽ പരിവേഷത്തോടെ അഭിമാനപൂർവ്വം നമുക്ക് താമസിക്കണം. അങ്ങനെ വിവിധ പദ്ധതി ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ഹോപ്പ് വാലി ഫൗണ്ടേഷൻ, ഞാനതിന് പച്ചമാണത്, നമുക്കൊരു പ്രതീക്ഷയുടെ താഴ്വര സൃഷ്ടിക്കലാണ്. താഴ്വര എന്ന് പറയുമ്പം ആ താഴ്വരയ്ക്ക് ഒരുപാട് പ്രതീകമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പലവട്ടം മഞ്ഞെടുത്ത് നോക്കി. ഏറ്റവും അധികം MGയുടെ മഞ്ഞ് വായിക്കുക ഒരു 6-7. ഇന്ന് ഞാൻ ആലോചിച്ചു, ആ വിമലയ്ക്ക് പകരം ഒരു മെയിൽ ക്യാരക്ടറായിട്ട് ഞാൻ വന്നിരുന്നുവെങ്കിൽ ആ ശിവേരിയും പശ്ചാത്തലമൊക്കെ എനിക്ക് ഒരുപാട് ഉതകിയെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം ഒരു ബോർഡിങ് പശ്ചാത്തലം വിമല എന്ന മഞ്ഞ് വായിച്ചവർക്ക് അറിയാമല്ലോ. ആ വിമലയുടെ പശ്ചാത്തലം, വിമലയുടെ ഒരു 9 വർഷത്തെ നൊസ്റ്റാൾജിക് മൂവ്മെൻറ്റും ഉണ്ട്. കാശ്മീർ താരലും പോലും ഞാൻ വിമല പഠിപ്പിച്ച പെൺകുട്ടികളെയാണ് ഞാൻ നിങ്ങളിലൂടെ എന്നെയും ആ മഞ്ഞിനെയും ചേർത്ത് വായിച്ചു. അറിയാതെ ഇന്ന് ഷെൽഫ് അടുക്കി പറിക്കുമ്പോൾ വീണ്ടും MGയുടെ മഞ്ഞിനെ കണ്ടു. MG എൻ്റെ ഒരു വലിയൊരു 4 മഞ്ഞുമൊക്കെ നമ്മുടെ ജീവിതത്തെ വല്ലാതെ മാറ്റിയ, സ്വാധീനിച്ച എഴുത്തുകളാണ്. അപ്പോൾ അവരുടെ ഏതായാലും അൽഹംദുലില്ലാ ഒരു നല്ല സമഭാവനയോടൊരു പുതിയ ആശയം ഹോപ്പ് വാലി ഫൗണ്ടേഷൻ പ്രതീക്ഷയുടെ താഴ്വര സൃഷ്ടിക്കുകയാണ്. അടുത്ത 5 വർഷം സഡന്നില്ല, അടുത്ത 1 വർഷം ഒരു ഫാമിലി ഗാദറിങ് വരും. അവിടെ വെച്ച് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കും, ഒരു വലിയ ചടങ്ങ് വയ്ക്കും. നമ്മളെല്ലാവരും ചേർന്ന് നമ്മളും നമ്മളോടൊപ്പം സഹയാത്രികരും പൊതുസമൂഹമുള്ള ഒരു വേദിയായി ഇതിനെ ഉയർത്തും. ഇപ്പോൾ ഒരു 111 പേരുള്ള ഒരു സ്ട്രക്ചറാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ 11 അംഗ ട്രസ്റ്റിയുണ്ട്, 33 എക്സിക്യൂട്ടീവ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പം 111 ജനറൽ ബോഡിയുണ്ട്. അതോടൊപ്പം ഈ ഇരിക്കുന്ന വേദിയും സദസ്സും ഉൾപ്പെടെ എല്ലാവരും, ഇപ്പോൾ അജീഷ് സാർ ഉൾപ്പെടെ അവർക്ക് പങ്കെടുക്കാം. മാറ്റി പറയല്ല, നമ്മുടെ സദസ്സിൽ വന്നിരിക്കുന്ന ഇവരുടെ സുഹൃത്തുക്കളായ നിങ്ങൾക്കെല്ലാം പങ്കുചേരാം. അടുത്ത 1 വർഷം ഒരു പ്രോജക്റ്റും പതും തയ്യാറാവും ഇൻഷാ അല്ലാഹ്. എന്ന് പറയുമ്പം അള്ളാഹു നിശ്ചയിക്കുകയാണെങ്കിൽ, ദൈവം ഇടയാക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസമാണ്, കമ്മിറ്റ്മെൻറ്റാണ്. നമ്മുടെ സമർപ്പണം ദൈവത്തോടാണ്, അള്ളാഹിലേക്കാണ്, വ്യക്തിയോടല്ല. അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ്. ഞാൻ ചെറുതാണെന്ന് എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്. ഇവർ വെറുതെ എന്നെ വലുതാക്കുന്നതാണ്. ഞാൻ വളരെ ചെറിയ ആളാണ്. ഞാൻ ചെറിയ ആളായതുകൊണ്ട് അവർക്ക് നിർബന്ധം ഞാൻ ചെറുതാണെന്ന് തോന്നിയേ പറ്റൂ. നമ്മളെ ചെറുതാക്കാതിരിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെറുതാണെന്ന് എനിക്ക് തോന്നണം, അത് അനാവരണം ചെയ്യപ്പെടണം. ഈ ചടങ്ങ് സംഘടിപ്പിക്കണം. ഈ സദസ്സ് പറയാൻ പ്രിയപ്പെട്ടവരാണ്. ഇവിടെ ഈ വേദിയിൽ വിശിഷ്ടാദികളല്ല, എന്നോടൊപ്പം ഒരു കാലം പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ സംസാരിച്ചത്. അപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു സ്തുതിയാണ് കേട്ടോ അജി സാറേ, അതെൻ്റെ സ്തുതിയാണ്, എൻ്റെ മനസ്സാണ്. ഞാൻ ദൈവത്തോടുള്ള കൃപയാണ്, നന്ദിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ഇന്ന് കിട്ടിയതാണ് എൻ്റെ ഒരു അസറ്റ്. അപ്പോൾ ഇനി കൊണ്ടുവന്നതിന് ഞാൻ പറഞ്ഞു, ഇനി ഇങ്ങനെ ഉള്ളവരെ അവർ മനസ്സിലാക്കണമല്ലോ. അപ്പം എനിക്കാണ് ഇപ്പോൾ ഒരു ഹായ് കൊടുക്കേണ്ടത്. പിന്നെ 35 വർഷം കൂടി ഷജീറിനെയും ഐക്കാട്ട് ഷാജിയെയും ഹുസൈൻ ഒന്നും മിണ്ടുന്നില്ല, ഷജീർ, സുബൈർ, അൻസറും അനസും മാഷാ അല്ലാഹ് അവന്മാർ ഒരു കമാൻഡിങ്ങിലാണ് വന്നത്. ഒരു കാര്യം ഞാൻ ഉപദേശിച്ചില്ല, നിർദ്ദേശിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ ഒരു ശൈലി ഉപദേശമല്ല, വരണം ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. എൻ്റെ മക്കളോടായാലും ഉപദേശം ഇന്ന് ആവശ്യമില്ല. ഞാൻ നിർദ്ദേശിക്കുന്ന ആളാണ്, എൻ്റെ അഹങ്കാരം കൊണ്ടൊന്നല്ല. നിർദ്ദേശം കൊണ്ടേ വിലയുള്ളൂ, ഉപദേശം കൊണ്ട് വലിയ കാര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയ ആളാണ്. അതിനും നിങ്ങളാണ് കാരണക്കാർ. ഇപ്പം നിങ്ങളോട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സദസ്സിനെ ഒന്ന് മാനിക്കുന്നുണ്ട്. 10 മിനിറ്റ് മുഹമ്മന് കൊടുക്കണം. ഇലോപാലം, ഹാരിസ്, അഷ്റഫ് കടയ്ക്കല്ല. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ആദ്യം 10 മിനിറ്റ് മുഹമ്മദ് സംസാരിക്കും. ജനിമോൻ ഒരു സ്ട്രക്ചർ ഒന്നുകൂടെ പറഞ്ഞിട്ട് മുഹമ്മദിനെ വിളിക്കണം, അഷ്റഫ് കടയ്ക്കലിനെ വിളിക്കണം. ഞാൻ എൻ്റെ സ്വാതന്ത്ര്യമാണ് അങ്ങനെയൊക്കെ വിളിക്കുന്നത്. അവർ വളരെ ശ്രേഷ്ഠതയോടെ നിൽക്കുന്നവരാണ്. ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് ഒരു ക്യാമ്പസിൽ അഷ്റഫ് കടയ്ക്കലിൻ്റെയൊക്കെ ഔന്നത്യമൊക്കെ വളരെ വലുതാണ്. ആണോ? അപ്പോൾ ഇവരുടെ താല്പര്യം ലോകപ്രവേശനം ആരാ ചെയ്യേണ്ടത്? നൗഫൽ വന്നോട്ടെ, മെഡിസിറ്റ് വന്നോട്ടെ. നൗഫൽ നമ്മുടെ സീനിയർ പ്രസിഡന്റ് നൗഫൽ വന്നോട്ടെ. നൗഫൽ നിശബ്ദ സാന്നിധ്യമാണ്. നൗഫലിൻ്റെ ഒരു വലിയ മനസ്സാണ് ഇവർക്ക് കൊടുത്തത്. നൗഫൽ എപ്പോഴും കൂടെ ഉണ്ട്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു. അയാൾ ഒരുപാട് തിരക്കുള്ള ആളാണ്. എങ്കിലും ഇവിടെ വരുമ്പോൾ നിങ്ങളോടൊപ്പമാണ്. നമ്മളൊരാളുടെ അസാന്നിധ്യം തന്നെ പറയണം. നൗഫലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറം നൗഫൽ ഒരുപാട് നന്മയുള്ള ആളാണ്. പക്ഷേ അയാൾ നിൽക്കുന്നൊരു മേഖലയിൽ അയാൾ റഫൺ ടഫായേ പറ്റൂ, അല്ല പറ്റില്ല. പക്ഷേ സ്വകാര്യതകൾ അയാൾ ഒരുപാട് വിശാല മനസ്സുള്ള ആളാണ്. ശരിക്കും 2002 സ്കൂൾ തുടങ്ങുമ്പോൾ ആ സ്കൂളിന് ആവശ്യമായ അയാളുണ്ടെന്ന് പറയില്ല, ഒരു ബസ് എടുക്കാനുള്ള ലിക്വിഡ് ക്യാഷുമായിട്ട് എൻ്റെ അടുത്ത് വന്നത്. നിങ്ങൾ കേവലം 35 ലക്ഷം രൂപയാണ് ഒരു CBS സ്കൂളിന് 1.25 കോടി രൂപയായി. അതെല്ലാം നിങ്ങൾ ആരാന്ന് പോലും അറിയാതെ എൻ്റെ ഏൽപ്പിച്ച മുതലുമാണ്. അല്ല ആളുകൾ പറയുന്ന ചട്ടങ്ങളിലല്ല, അത് ഈ പ്രിയപ്പെട്ട എലുവാലം എൻ്റെ ഒരു മെമ്പറൊക്കെയാണ്. ആ സ്കൂളിൻ്റെ കോർഡിനേറ്ററാണ്. ഇപ്പോൾ അറിയാം ആ സ്കൂൾ സ്ട്രക്ചർ ഉണ്ടാകുന്ന കേവലം 35 ലക്ഷം രൂപ കൊണ്ടല്ല. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ റൂമിൽ വേണേൽ ഒരുപാട് മൊബൈലും വാട്സും ഒരുപാട് ചാറ്റ് കൂട്ടായിരുന്നു. ഞാൻ ഒരാളുടെ മൊബൈലും വാച്ചും വാങ്ങിയില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല.
അതെല്ലാം മുതൽക്കൂട്ടായപ്പോഴോ എനിക്ക് മൊബൈൽ വാങ്ങാൻ തന്നവർ 1,00,000 സ്കൂളിൽ തന്നു. എനിക്ക് വാച്ച് വേണ്ടെന്ന് വെച്ചപ്പോൾ 50,000 തന്നു. അത് സ്കൂളിന് കൊടുത്തു. അതെല്ലാം നിഷേധിക്കാൻ പറ്റുമോ? നിയാസ് ഉണ്ടല്ലോ ഇവിടെ, സത്യമല്ലേ? ഇവരുടെയൊക്കെ വാപ്പോരൊന്നും അങ്ങനെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് മാഷാ അല്ലാഹ് ഞാൻ 2 വർഷം 3 വർഷം കൂടി എനിക്ക് മൊബൈൽ കിട്ടും, വാച്ച് കിട്ടും. അത് സ്വാഭാവികമാണ്. അത് എൻ്റെ റൂമിൽ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഒരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ ജെനിമോൻ കാരച്ചിറ നൽകുന്നതായിരിക്കും. പ്രസംഗിക്കാതിരിക്കാനായിട്ട് റിയാസ് ഇന്നലെ പറഞ്ഞിരുന്നു നോട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മതി പോയിൻ്റെന്ന്. അപ്പോൾ എന്നിട്ട് റിയാസ് തന്നെ ആദ്യമേ നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ച് സമയം അങ്ങ് പോയി. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പല വർഷങ്ങളിൽ പലയിടങ്ങളിൽ നിന്നായി നമ്മൾ ഒരിടത്ത് ഒത്തുകൂടിയിട്ട് പല വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയ ആ നല്ല മനസ്സിൻ്റെ ഉടമകളെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഹോപ്പ് വാലി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായി. ഞാൻ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മളതിൻ്റെ ലക്ഷ്യം മാത്രം പറയാം. ഏകദേശം 11 ലക്ഷം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം 11 ലക്ഷത്തിൽ പരം വിവിധ മാനസിക വൈകല്യ ബാധിതർ ഇന്ന് അധിവസിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കേവലം 15,000 സീറ്റ് മാത്രമാണ് അവരുടെ പുനരധിവാസത്തിനോ താമസ സൗകര്യത്തിനോ ആയിട്ട് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിൽ തന്നെ 14 ഇൻസിഡൻറ്റുകൾ, അതായത് സ്വന്തം മക്കളെ, ഭിന്നശേഷിക്കാരായ മക്കളെ വളർത്തി വലുതാക്കിയ ആ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ ആ അമ്മമാരും മാതാപിതാക്കളും അമ്മയുമൊക്കെ ചേർന്നുകൊണ്ട് അവരെ കഴുത്ത് ഞെരിച്ചും വിഷം കൊടുത്തുമൊക്കെ കൊല്ലേണ്ടുന്ന ഒരു അവസ്ഥ നാം പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ നമ്മൾ വായിച്ചതും കണ്ടതും കേട്ടതുമാണ്. അപ്പം അവരെ നമ്മുടെ സമൂഹത്തിനോട് ചേർത്ത് പിടിക്കുന്നതിന് ആവശ്യമായ ഒരു പദ്ധതിയാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം ഹോപ്പ് വാലി ഫൗണ്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരോരുമില്ലാതെ തെരുവിൽ അലയുന്നവരും വിവിധ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരും ആക്സിഡൻറ്റ്, സ്ട്രോക്ക് ഒക്കെ ബാധിച്ച് കട്ടിലിലും ചക്രക്കസേരയിലുമൊക്കെ ജീവിതം തള്ളി നീക്കുന്നവർ, ചികിത്സയ്ക്ക് മരുന്നിന് പോലും പൈസയില്ലാതെ നേരത്തെ തന്നെ മരണത്തിന് വിധിക്കപ്പെട്ടവർ അടക്കം അങ്ങനെയുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്ന ഒരിടമായി നമ്മൾ ഈ ഹോപ്പ് വാലി ഫൗണ്ടേഷനെ മാറ്റി തീർക്കും. അപ്പോൾ അതിന് ഈ സദസ്സിലും വേദിയിലും ഒക്കെയുള്ള നമ്മുടെ സൗഹൃദങ്ങളെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വിശാലമായ ഒരു കമ്മിറ്റിയൊക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങളും സഹായങ്ങളും സഹകരണങ്ങളുമായി എല്ലാവരും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. വളരെ ചുരുങ്ങി 1-2 കാര്യങ്ങൾ പറയാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു ഇഫ്താർ സന്ദേശം എന്നതിനേക്കാൾ ഉപരി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് മന്നാനിയും മാഷും ഒക്കെയാണ്. മാഷ് പിന്നെ എന്നെ സംബന്ധിച്ച്, ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ജ്യേഷ്ഠനാണ്, വഴികാട്ടിയാണ്, രക്ഷിതാവാണ്, സുഹൃത്താണ്. ഇതൊക്കെ പല അർത്ഥങ്ങളിൽ എനിക്ക് ബാധകമാകുന്നൊരു വ്യക്തിയാണ്. ഞാൻ 7-8 വർഷത്തോളം മന്നാനിയിൽ ഉണ്ടായിരുന്നെങ്കിലും അതിൽ ഒറ്റ പ്രാവശ്യം പോലും എൻ്റെ വാപ്പ സ്കൂളിൽ വന്നിട്ടില്ല. പാരൻസിനെ വിളിക്കുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ ഒക്കെ മാഷ്, ഞാൻ അവിടുത്തെ ബോർഡിങ്ങിലെ വിദ്യാർത്ഥി അല്ലായിരുന്നെങ്കിലും എൻ്റെ പാരൻ്റ് കൂടിയായിരുന്നു മാഷ്. അതുപോലെ ഞാൻ പിന്നെ നിങ്ങളൊക്കെ വീട്ടിലേക്ക് പോകും, അവധിക്ക് വീട്ടിലേക്ക്, ഈ ഓണം ക്രിസ്മസ് വെക്കേഷനൊക്കെ നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഞാൻ അനുഭവിക്കണ വലിയൊരു പ്രയാസമുണ്ട്. എനിക്ക് പോകാൻ പിന്നെ തൊട്ടടുത്തുള്ള വീടെന്നല്ലാതെ ഒരു ദൂരെ വീട്ടിലേക്ക് പോകുന്ന നിങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന, അപ്പോൾ ഞാൻ പലപ്പോഴും അവിടെ ഇരുന്ന് കരയും. അപ്പോൾ മാഷ് അതിനൊരു പരിഹാരങ്ങൾ, പിറ്റേന്ന് തന്നെ മാഷ് എന്നെയും കൂട്ടി തിരുവനന്തപുരത്ത് മാഷിൻ്റെ യൂണിവേഴ്സിറ്റി പരിചയങ്ങൾ, യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, അവിടുത്തെ ഒരു മാഷിൻ്റെ ഒരു സുഹൃത്ത് അൻസാരിയുടെ വീട്ടിലൊക്കെ ഒന്ന് പോയി മാഷിനെ കൊണ്ടുപോയി കറക്കും. മാഷിടുന്നൊരു ബാറ്റ ചെരുപ്പിൻ്റെ ഒന്ന് എനിക്കും മേടിച്ചു തരും. അങ്ങനെയൊക്കെയുള്ള കുറേ മാഷുമായി ബന്ധപ്പെട്ട് കുറേ അനുഭവം, മാഷുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അതിൽ ദീർഘമായി ഞാൻ അതിലൊറ്റ കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മാഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ മനസ്സിലാക്കുന്നത്, അന്ന് മാഷ് അവിടെ വരുമ്പോൾ 22 വയസ്സാണെന്ന് പറഞ്ഞു. എൻ്റെ വാപ്പാനെ പറഞ്ഞു, ഇവിടെ
വളരെ കാർക്കശ്യമുള്ള ആളാണ്. എന്നെ ചീത്ത പറയുന്നതിൻ്റെ പകുതിയെ നിങ്ങളെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അന്ന് അവിടെ പൊതുവിൽ വാപ്പ തൊപ്പിയിടുന്ന കാര്യത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ഉള്ള ആളുമാണെങ്കിലും അന്ന് മാഷ് അവിടെ വരുന്നത് ക്ലീൻ ഷേവാണ്. മാഷ് അങ്ങനെ തൊപ്പി സ്ഥിരമായി ഇടുന്ന ആളൊന്നുമല്ല. പക്ഷെ മാഷിനോട് വാപ്പാക്കുള്ളൊരു ഇഷ്ടവും സ്നേഹവും ഒരർത്ഥത്തിലൊരു ആദരവും, അത് മാഷിൻ്റെ വ്യക്തിത്വത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നത്. എൻ്റെ വാപ്പ പലപ്പോഴും തലക്കെട്ട് കെട്ടിയ മൗലവിമാരോട് പോലും വളരെ കണിശമായി നിലപാട് പറയുന്നതും പിന്നെ വലിയ ആളാണെങ്കിലും മുഖം നോക്കാതെ ചീത്ത പറയുന്നതൊക്കെ എനിക്ക് കാണാറുണ്ടെങ്കിലും ഈ മാഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അന്ന് BSc കഴിഞ്ഞ് BSc മാത്സ് ഫിസിക്സ് കഴിഞ്ഞ് മന്നാനിയിൽ വന്ന ആളാണ്. അന്നൊരു 22 വയസ്സുകാരൻ BSc ഫിസിക്സ് കഴിഞ്ഞാൽ കേരളത്തിൽ എന്താണെങ്കിലും ഒരു സ്കൂൾ അധ്യാപകൻ ചുരുങ്ങിയതാകാൻ കഴിയും, അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിൽ എന്താണെങ്കിലും കയറാൻ കഴിയുന്ന ഒരു കാലമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി മാഷ് അവിടെ വന്ന് തൻ്റെ യൗവനം, തൻ്റെ നല്ല ജീവിതത്തിൻ്റെ ഏറ്റവും കളർഫുള്ളായിട്ടുള്ള കാലം നമുക്ക് വേണ്ടി ചെലവഴിച്ച വ്യക്തിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പടച്ചവനോട് പ്രാർത്ഥിക്കുമ്പോൾ, ദ്വാ ചെയ്യുമ്പോൾ ഒരു ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് ദ്വാ ചെയ്താൽ മറുപടി അള്ളാഹു നൽകാൻ കൂടുതൽ സാധ്യതയുണ്ടെന്നാണ്. നമുക്കറിയാവുന്നതാണ് 3 ആളുകൾ ഒരു ഗുഹയിൽ കുടുങ്ങിപ്പോയ സംഭവം. അവരോരോരുത്തരും ജീവിതത്തിൽ ചെയ്ത നന്മകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് മാഷിന് ജീവിതത്തിൽ ഏറ്റവും വലിയ ക്ലെയിമായി അള്ളാഹുവിനോട് സമർത്ഥിക്കാൻ കഴിയുന്നത് നമ്മളാണ്. ഇങ്ങനൊരു തലമുറയെ, മന്നാനിയിൽ പഠിച്ചു പോയ ഈ കാണുന്നൊരു തലമുറയെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നന്മയുടെ ധാർമ്മികതയുടെ അന്തരീക്ഷത്തിൽ പടച്ചവനെ ഞാൻ വളർത്തി വലുതാക്കി വിട്ടിട്ടുണ്ട് നാഥ എന്നത് മാത്രം മതി മാഷിൻ്റെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിനോട് നമ്മളെ വെച്ച് ക്ലെയിം ചെയ്ത് മാഷിന് പ്രാർത്ഥിക്കാൻ കഴിയും എന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് മാഷിനോടും ആ വ്യക്തിത്വത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ചുമായി സന്ദർഭത്തിൽ പറയാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി പറയാണ്. വിശുദ്ധ റമദാനാണ്. റമദാൻ പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാനുള്ള വലിയൊരു അവസരമാണ്. അതോടൊപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യാൻ നമുക്ക് കഴിയുക കൂടി ചെയ്യേണ്ടതുണ്ട്. നമ്മളെവിടെയാണെങ്കിലും ഇസ്ലാമിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാഷിനെ വിളിക്കുന്നുണ്ടെങ്കിലും മാഷ് നമ്മളെ ആരും ഒരു വിഷയവും പഠിപ്പിച്ചിട്ടില്ല. മാഷ് നമ്മളെ വിഷയം പഠിപ്പിച്ച ആളല്ല, ജീവിതം പഠിപ്പിച്ച ആളാണ്. മാഷിൻ്റെ ജീവിതം കണ്ടിട്ടാണ് നമ്മൾ പലതും പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അതുപോലെ നമ്മളും നമ്മുടെ ജീവിതം കൊണ്ട് ഇസ്ലാമിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചൊരു കാലത്ത് നമ്മുടെ ജീവിതം കൊണ്ട് ഇസ്ലാമിനെ മനുഷ്യരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിലൊരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ KP രാമനുണ്ണി സാറ് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് ഖുറാൻ വായിച്ചിട്ടോ പള്ളിയിൽ പോയി അവിടെയുള്ള പ്രസംഗം കേട്ടിട്ടോ ഒന്നുമല്ല. ഞാൻ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് എൻ്റെ തൊട്ടടുത്ത് ജീവിച്ചിരുന്ന അബ്ദുള്ള ഹാജിയുടെ വീട്ടിൽ നിന്നും അബ്ദുള്ള ഹാജിയിൽ നിന്നുമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ എന്നെ വിട്ടു പോയിരുന്നു. ഞാനൊരു അനാഥനായ ഞാൻ പലപ്പോഴും കളിക്കാൻ പോകുന്നത്, സമയം ചെലവഴിക്കുന്നത് അബ്ദുള്ള ഹാജിയുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കയ്യൂമിൻ്റെ ഒപ്പമാണ്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചെസ്സ് കളിക്കും. ഞാനും കയ്യൂമും കൂടി ഇരുന്ന് ചെസ്സ് കളിക്കുമ്പോൾ പിന്നെ കയ്യൂം എന്നെ ചെക്ക് വെക്കും. കയ്യൂം ചെക്ക് വെച്ചാലുടൻ ചെസ്സ് കളിയുടെ ഇടയിൽ കയ്യൂം എന്നെ ചെക്ക് പറയുമ്പോൾ ചെക്ക് എന്നുള്ള ശബ്ദം കേട്ടാലുടൻ അബ്ദുള്ള ഹാജി ഓടി വന്ന് എൻ്റെ ചെവിയുടെ അടുത്ത് വന്നിരുന്നിട്ട് അബ്ദുള്ള ഹാജി പറയും, രാമ ഇന്ന കരു നീ നീക്കിക്കോ എന്ന് പറഞ്ഞ് അബ്ദുള്ള ഹാജിയുടെ മോൻ കയ്യൂമ് വെച്ച ചെക്കിൽ നിന്ന് അബ്ദുള്ള ഹാജി എന്നെ രക്ഷപ്പെടുത്തുമായിരുന്നു. ഇതെഴുതിയിട്ട് രാമനുണ്ണി സാർ പറയാണ്, അബ്ദുള്ള ഹാജിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അനാഥനായ ഈ രാമൻ അബ്ദുള്ള ഹാജിയുടെ മകനായ കയ്യൂമിനോട് പോലും അത് ചെസ്സ് കളിയിലാണെങ്കിൽ പോലും തോക്കരുത് എന്നുള്ളൊരു നിർബന്ധം അബ്ദുള്ള ഹാജിക്കുണ്ടായിരുന്നു. ഈ അബ്ദുള്ള ഹാജിയുടെ അനാഥരോടുള്ള വാത്സല്യത്തിൽ നിന്നും അനുകമ്പയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരത്തുമാണ് ഞാൻ ഇസ്ലാമിനെ മനസ്സിലാക്കിയതെന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കും ഇതുപോലെ ഇസ്ലാമിനെ വല്ലാതെ തെറ്റിദ്ധരിച്ച ഒരു കാലഘട്ടത്തിൽ ഈ വിശുദ്ധ റമദാനിൽ നിന്ന് നല്ല ഗുണങ്ങൾ ആർജിച്ചെടുത്ത് റമദാനിൻ്റെ എല്ലാ ആത്മീയമായ നിറവുകളും ജീവിതത്തിലേക്ക് ശേഖരിച്ച് നമ്മുടെ ചുറ്റുപാടുകളിൽ അള്ളാഹുവിൻ്റെ ദീനിനെ, ഇസ്ലാമിനെ നന്നായി പ്രതിനിധീകരിക്കാൻ നമുക്ക് കഴിയണം. അതിന് നമ്മുടെ ഈ സംഗമവും നമ്മുടെ മന്നാനിയുടെ ഓർമ്മകളും മാഷുമായിട്ടുള്ള നമ്മുടെ ഒരുമിച്ച് ചേരലുമൊക്കെ നമുക്കതിന് കാറ്റലിസ്റ്റായി വർത്തിക്കട്ടെ, നമുക്കതിന് ഗതിവേഗം പകരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
നമ്മുടെ ഹോപ്പ് വാലി ഫൗണ്ടേഷൻ്റെ ലോഗോ പ്രകാശനം നടക്കുകയാണ്. കരുതലായിടും ആത്മാർത്ഥതയുടെ കൂട്ടുകാരാ പാട്ടുകാരാ. ഞാനൊരു ബോർഡിംഗ് അലൂമിനി അംഗമല്ലെങ്കിലും നിങ്ങളൊക്കെ മന്നാനിയിൽ മുന്നേ ഒരു 3 മാസം മന്നാനിയിലെ വിദ്യാർത്ഥിയായിരുന്ന ഒരാളാണ്. അന്ന് മാഷ് മന്നാനിയിൽ എത്തിയിട്ടില്ല. മന്നാനിയിലൊരു അന്ന് പള്ളിയായിരുന്ന ഒരു ചെറിയ ബിൽഡിങ്ങിലെല്ലാം നടന്നിരുന്നൊരു കാലഘട്ടം. അതിനുശേഷമാണ് ഞാൻ പ്രീ ഡിഗ്രി പഠനത്തിനായിട്ട് തൃശ്ശൂർ ജില്ലയിലേക്കൊക്കെ പോകുന്നത്. മാഷ് മന്നാനിയിലെത്തുന്ന സമയത്തും അന്ന് മുതൽ ഇന്ന് വരെ നിരന്തരമായി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞങ്ങൾ ബന്ധം തുടർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. കഴിഞ്ഞ 2-3 വർഷമായി ഒരൊറ്റ ഇഫ്താറിനും പോകാത്തൊരു വ്യക്തിയാണ് ഞാൻ. തിരുവനന്തപുരത്ത് ഓരോ ദിവസവും ഇഫ്താറിന് ക്ഷണം വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ബന്ധത്തെ മാനിച്ചുകൊണ്ടും നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയെ അതിലുപരി ആദരിച്ചുകൊണ്ടുമാണ് ഇന്നിവിടെ എത്തിച്ചേരണം എന്ന നിർബന്ധ ബുദ്ധിയാലെ ഇവിടെ എത്തുന്നത്. മന്നാനിയിലെ നീണ്ടകാല ചരിത്രം നിങ്ങൾ ഓരോരുത്തർക്കും അറിയുന്ന പോലെ എൻ്റെ മനസ്സിലുമുണ്ട്. കുറഞ്ഞ കാലമാണ് മന്നാനിയിൽ ഉണ്ടായിരുന്നതെങ്കിലും മാഷിലൂടെ അവിടുത്തെ ഓരോ ചലനങ്ങളും ഞാൻ അറിയുമായിരുന്നു. നിങ്ങൾ തുടങ്ങി വെച്ച ഈ ബോർഡിങ്ങിൻ്റെ ഒരു തുടർച്ച ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ നിലയിൽ പുനരാരംഭിക്കുന്നതിന് ഞാനും മാഷും മുൻകൈയെടുത്ത് അവിടെ മറ്റൊരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം തുടങ്ങിയതും അത് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ വന്നപ്പോൾ വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നൊരു കാലവുമുണ്ട്. അതൊക്കെ ഒരു 3 വർഷത്തെ പിറകിലേക്ക് പോയാൽ അവിടെ അവസാനിച്ചൊരു കഥയാണ്. ഞാനും വ്യവസായ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് അനീഷ് IAS എത്രയോ ദിവസങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു കാറിൽ മന്നാനിയിലെത്തി. ഞങ്ങളെ സൽക്കരിക്കാനൊക്കെ മാഷേ ഉണ്ടാവുള്ളായിരുന്നു. ഏതാണ്ട് 3 വർഷം 3 വർഷം വളരെ നീണ്ട പ്രതീക്ഷയുടെ മന്നാനിയിൽ നിന്നും സിവിൽ സർവൻസിനെയൊക്കെ വാർത്തെടുക്കാവുന്ന തരത്തിലേക്ക് വിഭാവനം ചെയ്ത ഞാൻ കൂടി അംഗമായ PM ഫൗണ്ടേഷൻ ഒരു വർഷം 10 ലക്ഷം രൂപ ചെലവാക്കി നടത്തിയ ഒരു സംരംഭമാണ്. അതൊക്കെ ഒരുപാട് ഓർമ്മകളാണ്. പല ഓർമ്മകളും സന്തോഷദായകമല്ല എങ്കിലും ഞാൻ നീണ്ട കാലത്തിൻ്റെ അവസാനത്തെ കണ്ണിയിലെത്തി ഒന്ന് അവസാനിപ്പിച്ചതാണ്. ഏതായാലും നിങ്ങളുടെ ഈ ഒരു സംരംഭത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷവും നിങ്ങളുടെ ഹോപ്പ് വാലി ഫൗണ്ടേഷനെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു മഹാസംരംഭമാക്കി പടച്ചതമ്പുരാൻ മാറ്റട്ടെ എന്ന പ്രാർത്ഥനയോടെ മാഷിനെ പ്രത്യേകിച്ച് അഭിനന്ദനങ്ങളും ആശംസകളും ദുആയും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ടും മന്നാനിയുടെ ഓരോ സന്തതികൾക്കും എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്കും മാഷിൻ്റെ കുടുംബാദികൾക്കെല്ലാം ഈ റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാ തരത്തിലുള്ള ഖൈറും ബർക്കത്തും അവരിലും നിങ്ങൾക്കും നമുക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വളരെ മനോഹരമായ നിരവധി കാഴ്ചകൾക്ക് കൂടി സാക്ഷ്യം വഹിച്ച ഒരു സദസ്സാണ്. വളരെ മനോഹരമായൊരു സദസ്സിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനിൽ നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന ഒരു ഭാഗം, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത്ത വനക്തുബു മാ ഖദ്ദമു വ ആഥാറഹും, മനുഷ്യൻ ചെയ്തു വച്ചതും അതിൻ്റെ അനുരണനങ്ങളും എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പ്രിയങ്കരനായ മാഷിനെ സംബന്ധിച്ച് ഇവിടെ സംസാരിച്ചവരൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ 22 വയസ്സു മുതൽ നീണ്ട 36 വർഷക്കാലത്തെ ജീവിതം മന്നാനിയിൽ അദ്ദേഹം ജീവിച്ചു തീർത്തത് അതിൻ്റെ അനുരണനങ്ങൾ ഒരു പ്രകാശത്തിൻ്റെ പൊട്ടുകളായി സമൂഹത്തിലിങ്ങനെ പലതരത്തിൽ ഏറ്റവും ഒടുവിൽ ഇവിടെ ലോഞ്ച് ചെയ്യപ്പെട്ട ഹോപ്പ് വാലി ഫൗണ്ടേഷൻ്റെ ലോഞ്ചിങ് കർമ്മം തന്നെ അദ്ദേഹം പ്രസരിപ്പിച്ചു പോയ പ്രകാശത്തിൻ്റെ പൊട്ടുകൾ അതിൻ്റെ അനുരണനങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ അലയൊലിയായി നിൽക്കുന്നതിൻ്റെ അടയാളമാണ്. അതിൽ പങ്കാളിയാകാൻ സാധിച്ചത് പനായക്കുളം ഹസ്രത്തിൻ്റെ ഭാഷ മാഷ് എപ്പോഴും പറയുന്നത് അനമിങ്കും ലാമാക്കും, ഞാനും അത്തരത്തിൽപ്പെട്ട ഒരാളാണ്. ഞാൻ ഒരു മന്നാനിയിൽ വിദ്യാർത്ഥിയാണ്, നിങ്ങളോടൊപ്പം ഉള്ളതാണെന്നാൽ പക്ഷേ നിങ്ങളിൽ പെട്ടയാളല്ല, നിങ്ങളിൽ പെട്ടയാളാണെന്നാൽ നിങ്ങളോടൊപ്പമല്ല എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാന്തരം മലയാളത്തിലേക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഉമ്പായത്ത് ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരത്തിന് മുമ്പ് ആ ഉമ്പായം പള്ളിയിൽ ഞാൻ 2 വാക്ക് സംസാരിച്ചു. വളരെ പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയൊരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ
കഴിഞ്ഞുപോയ കാലത്തിലെ പ്രകാശം സ്ഫുരിക്കുന്ന ചില ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഓട്ടോക്ക് പിറകിൽ, ഓട്ടോ ഡ്രൈവറാണ്, അദ്ദേഹം ഒരു മുദ്ര പതിപ്പിച്ചു, ഒരു ചെറിയ പോസ്റ്റർ പതിച്ചു. അതിൽ അദ്ദേഹം എഴുതി വച്ചിരുന്നത്, ഇന്നത്തെ എൻ്റെ ഓട്ടോ കൂലി മുഴുവൻ ഞാൻ പ്രളയബാധിതരായ മനുഷ്യർക്ക് വേണ്ടി ചിലവാക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ്. അവിടെ അദ്ദേഹത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചവരും പറഞ്ഞവരും ഒക്കെ അത് വളരെ കൃത്യമായി എടുത്തെടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സേവന പ്രവർത്തനങ്ങൾ, ജനോപകാരപ്രദമായ കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ ഈ സംഗമത്തിൽ ഈ കണക്കുകൾ സൂചിപ്പിച്ച് ഇവിടെ ജനിമോൻ എന്ന് പറയുന്ന സഹോദരൻ അവതരിപ്പിച്ചതുപോലെ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ കോണുകളിൽ അവശത അനുഭവിക്കുന്ന മനുഷ്യർ, അവർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ഹോപ്പ് വാലി എന്ന് പറയുന്ന ഫൗണ്ടേഷൻ രൂപീകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സാർത്ഥകമായ വലിയ നിമിഷങ്ങളിൽ ഒന്ന്. മാഷിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ കാണുന്ന ആളായതുകൊണ്ട് ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ ആത്മനിർവൃതി കിട്ടിയ അവസരങ്ങളും അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലൊരു അവസരം വളരെ ആത്മനിർവൃതി അദ്ദേഹത്തിന് നൽകുന്ന, കണ്ടു നിൽക്കുന്ന നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരവസരമാണ്. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സാം വലൈക്കും വറഹമത്തുള്ള. മന്നാനിയ ബോർഡിംഗ് മദ്രസയിൽ സ്ഥാപനം തുടങ്ങിയപ്പോൾ അന്നത്തെ 7ാമത്തെ അഡ്മിഷനായിട്ട് ഞാൻ അന്ന് അവിടെ ചെന്ന് കയറുന്നതും അതിനുശേഷം കുറച്ച് കുട്ടികളൊക്കെ വന്നു. മാഷെ എന്ന് ആദ്യമായി വിളിച്ച് ആ മാഷെന്ന്, ഇവിടെ ഓരോരുത്തരും മാഷെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണ്. ഞാൻ ആദ്യമായി ഈ മാഷിനെ എന്ത് വിളിക്കണമെന്ന് എല്ലാവരും ആലോചിക്കുമ്പോൾ മാഷെ എന്ന് ആദ്യമായിട്ട് വിളിക്കാനും ആ വിളി അവിടെ പതിയാനും ഒക്കെ ഒരു ഭാഗ്യം ലഭിച്ചു. അതിൻ്റെ ആ ഒരു ഗുരുത്വം, അതിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കണം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ പ്രൊമോഷനായി ഹെഡ് മാസ്റ്ററായി മാഷിൻ്റെ നാട്ടിൽ തന്നെ ഒരു സ്കൂളിൽ വന്ന് ജോലി ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നതും അതിൻ്റെ ആ ഒരു ഗുരുത്വം കൊണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. മറ്റൊരു ചിന്തയിലേക്ക് കൂടി എൻ്റെ മനസ്സിനെ കൊണ്ടുപോയി റിയാസിൻ്റെ സംസാരത്തിൽ 1989 നമ്മുടെ മാതാപിതാക്കൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കാം ഒരു 500 രൂപ അടച്ച് കുട്ടികളെ അവിടെ പഠിപ്പിച്ചത്. വല്ലാഹി എൻ്റെ ഹൃദയം ഇടുക്കിയാണ് ഇപ്പോൾ. ഞാൻ ഇത്ര നാളും അത് ചിന്തിച്ചിരുന്നില്ല. അന്നത്തെ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ചിലവഴിച്ച കാശിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനിവിടെ നിന്ന് ആലോചിക്കുകയാണ് എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ട്. എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും എംപ്ലോയീസാണ്, ഗവൺമെൻറ് എംപ്ലോയീസാണ്. എന്നാൽ പോലും അന്നത്തെ കാലത്ത് 500 രൂപ വെച്ചിട്ട് എല്ലാ മാസവും ഇങ്ങനെ തന്ന് പഠിപ്പിച്ചിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കളോടുള്ള കടപ്പാടിൻ്റെ എത്രയോ ആയിരങ്ങൾ ഇരട്ടിയായിട്ട് എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുകയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എൻ്റെ ആ ബാച്ചിലുള്ള ഫാത്തിമ സജീറിനെ ഉൾപ്പെടെ, ഷാജാനെ ഉൾപ്പെടെ ഇപ്പം കാണാൻ കഴിഞ്ഞു. വീണ്ടും നമുക്ക് ഇതുപോലുള്ള കൂട്ടായ്മകൾ സ്ഥിരമായിട്ടുണ്ടാകണം. നമ്മുടെ ഹോപ്പ് വാലി ഫൗണ്ടേഷൻ ആയ ആളുകൾക്ക്, അശ്രദ്ധരായ ആയിരങ്ങൾക്ക് ആശാതീരമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധമായ ആശംസകൾ നേർന്നുണ്ട്. ആടിയും പാടിയും ആഘോഷമാക്കിയും ആവേശം പകരുമീ ആശ്വാസ നിമിഷവും ആടിയും പാടിയും ആഘോഷമാക്കിയും ആവേശം പകരുമേ